ചിൽഡ്രൻ, നിങ്ങൾ എല്ലാവരും സ്കൂളിൽ നിന്ന് കിറ്റ് വാങ്ങിയോ? അതിലെന്തൊക്കെയുണ്ട് നിങ്ങൾ നോക്കിയോ? നമുക്കൊന്ന് നോക്കിയാലോ കിറ്റിൽ എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. ദാ ഒരു ചാർട്ട് പേപ്പറുണ്ട്, പിന്നെ 5 കളർ പേപ്പറുണ്ട്, പിന്നെ ഇതാ ഒരു ക്രയോൺ, 2 സ്കെച്ച് പെൻ, ഒരു ഫെവിക്കോൾ, പിന്നെ ബീഡ്സ് ഉണ്ട് അല്ലേ, മുത്തുകളുണ്ട്. എത്ര മുത്തുകളാണ് ഉള്ളത് നിങ്ങൾ എണ്ണി നോക്കിയോ? 12 മുത്തുകളുണ്ട് അല്ലേ. ഇനി ഈ ടീച്ചർ തന്ന ഈ സാധനങ്ങളൊക്കെ ഉപയോഗിച്ച് നിങ്ങൾ വീട്ടിലൊരു ഗണിത ലാബ് തയ്യാറാക്കണം. ഈ വീട്ടിൽ ഗണിത ലാബ് തയ്യാറാക്കാൻ ഇത്രയും സാധനങ്ങൾ മാത്രം മതിയോ? പോരാ അല്ലേ. അപ്പോൾ നിങ്ങൾ എന്തു ചെയ്യണം? വീട്ടിലും വീടിൻ്റെ പരിസരത്തുമൊക്കെയുള്ള എല്ലാ വസ്തുക്കളും ഇതിനു വേണ്ടി നമുക്ക് ഉപയോഗിക്കാം. കൂടാതെ നമ്മൾ ഗണിത പഠനം എളുപ്പമാക്കാൻ ഓൺലൈൻ ക്ലാസ് തുടങ്ങുന്ന സമയത്ത് ഒരു മഞ്ചാടി സഞ്ചി തയ്യാറാക്കിയിട്ടുണ്ട്, ഓർമ്മയില്ലേ? അതിലെ വസ്തുക്കളും ഇതിലേക്കായി നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ എൻ്റെ എല്ലാ മക്കളും ഗണിത ലാബ് തയ്യാറാക്കി ടീച്ചർക്ക് അയച്ചു തരില്ലേ? അയച്ചു തരണേ. അടുത്തതായി കിറ്റിലെ ചില സാധനങ്ങൾ ഉപയോഗിച്ചു കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നമുക്ക് പരിചയപ്പെടാം. അതിൽ ആദ്യത്തേതാണ് സംഖ്യാ കാർഡ്. നിങ്ങൾക്ക് തന്നിരിക്കുന്ന ചാർട്ട് പേപ്പർ ഇതേപോലെ ചതുരാകൃതിയിൽ 20 എണ്ണം മുറിച്ചെടുക്കുക. അതിനുശേഷം 1 മുതൽ 20 വരെയുള്ള സംഖ്യകൾ ആ ചാർട്ട് പേപ്പറിൽ എഴുതുക. അതിനുശേഷം അത് കൂട്ടത്തോടെ ഒരു സ്ഥലത്ത് ഇടുകയും കുട്ടികളോട് 1 മുതൽ 20 വരെയുള്ള സംഖ്യകൾ ക്രമമായി എടുത്ത് എഴുതാൻ പറയുകയും ചെയ്യുക. അതാണ് ഒന്നാമത്തെ പ്രവർത്തനം. അതേപോലെ തന്നെ ഈ സംഖ്യാ കാർഡുകൾ ഉപയോഗിച്ചുകൊണ്ട് ധാരാളം പഠന നേട്ടങ്ങൾ നമുക്ക് കുട്ടികളിൽ എത്തിക്കാൻ പറ്റും. അതിൽ ഒന്നാമത്തേതാണ് സംഖ്യകൾ ക്രമമായി എഴുതൽ. പിന്നെ കൂടാതെ ആരോഹണ അവരോഹണ ക്രമത്തിൽ എഴുതൽ, സംഖ്യകളുടെ മുമ്പിലും പിറകിലുമുള്ളവ കണ്ടുപിടിക്കൽ, വസ്തുക്കളെ എണ്ണത്തിനനുസരിച്ച് ക്രമീകരിക്കൽ, ഇങ്ങനെ ധാരാളം പഠന നേട്ടങ്ങൾ നമുക്ക് ഈ സംഖ്യാ കാർഡ് ഉപയോഗിച്ച് പരിചയപ്പെടാവുന്നതാണ്. അതിൽ ആദ്യത്തേതാണ് ടീച്ചർ പറഞ്ഞത് 1 മുതൽ 20 വരെയുള്ള സംഖ്യകളെ ക്രമപ്പെടുത്തൽ. അപ്പോൾ നമുക്ക് ഇപ്പോൾ ടീച്ചർ ഇവിടെ 1 മുതൽ 10 വരെയുള്ള സംഖ്യകളെ ആണ് ക്രമപ്പെടുത്തുന്നത്. നമുക്കൊന്ന് ക്രമപ്പെടുത്തി നോക്കാം. ആദ്യം ഏത് സംഖ്യയാണ് എഴുതേണ്ടത്? 1 അല്ലേ, അതെല്ലാവർക്കും അറിയാമല്ലോ, 1. ഓക്കെ, ദെൻ അടുത്തത് ഏത് നമ്പറാണ്? 2. അടുത്തത് 3 അല്ലേ. ഇനി അടുത്ത നമ്പർ 4, അടുത്തത് 5, ദെൻ 6, ദെൻ 7, 7, then 8, then 9, 9, then 10, 10. ഇപ്പോൾ ടീച്ചർ ഇപ്പോൾ ഇവിടെ 10 വരെയുള്ള നമ്പറുകൾ മാത്രമാണ് ക്രമപ്പെടുത്തി എഴുതിയിരിക്കുന്നത്. നിങ്ങൾ എന്ത് ചെയ്യണം? 1 മുതൽ 20 വരെയുള്ള നമ്പറുകളെ ക്രമപ്പെടുത്തണം. ഇനി ടീച്ചർ ഇതിലൊരു നമ്പർ സെലക്ട് ചെയ്യുകയാണ്. ഇതാ ഈ 4 എന്ന നമ്പർ ടീച്ചർ സെലക്ട് ചെയ്യുകയാണ്, 4. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? ഈ നമ്പറിൻ്റെ അത്രയും പൊട്ടുകൾ അതിന് താഴെ വരക്കണം. അതായത് ഇപ്പോൾ ഇവിടെ 4 എന്ന നമ്പറാണ്, അതിൻ്റെ അത്രയും പൊട്ടുകൾ നിങ്ങൾ എന്ത് ചെയ്യുക? അതിന് താഴെ വരക്കുക. ടീച്ചർ വരച്ചത് 4 ആയോ? നിങ്ങളൊന്ന് എണ്ണി നോക്കിയേ. 1, 2, 3, 4 എണ്ണി നോക്കിയാ? 1, 2, 3, 4. നിങ്ങൾ ഇതേപോലെ 1 മുതൽ 20 വരെയുള്ള സംഖ്യകളുടെ താഴെ ഇതേപോലെ പൊട്ടുകൾ, അതിനനുസരിച്ച പൊട്ടുകൾ വരച്ചു കൊടുക്കണം. ഇനി അടുത്ത പ്രവർത്തനം ടീച്ചർ തരുന്നത്, ഇതിൽ ടീച്ചർ വേറൊരു സംഖ്യ കൂടെ തിരഞ്ഞെടുക്കുകയാണ്. അതായത് 7 എന്ന സംഖ്യ ടീച്ചർ തിരഞ്ഞെടുത്തു. ഇനി നിങ്ങളോട് ടീച്ചർ ചോദിക്കുന്നു, 7 എന്ന സംഖ്യയുടെ മുന്നിലുള്ള സംഖ്യ ഏതാണ്? ബിഫോർ, അതായത് 7 എന്ന സംഖ്യയുടെ മുന്നിൽ വരുന്ന സംഖ്യ ഏതാണ്? എൻ്റെ മക്കൾ പറഞ്ഞേ? 6 അല്ലേ. എല്ലാവർക്കും അറിയാം, മിടുക്കരാണ്. ഇനി അടുത്തത് 7 എന്ന സംഖ്യയ്ക്ക് ശേഷം വരുന്ന സംഖ്യ ഏതാണ്? പിറകിലുള്ള സംഖ്യ ആഫ്റ്റർ ഏതാണ്? 8 അല്ലേ. അപ്പം അതും കിട്ടി. ഇനി അടുത്തത് അസെൻഡിങ് ആൻഡ് ഡിസെൻഡിങ് ഓർഡർ. അതായത് ഈ സംഖ്യകളിൽ ടീച്ചർ ഒരു 4 സംഖ്യ നിങ്ങൾക്ക് തരികയാണ്.
8 3 1 6. ഈ 4 സംഖ്യകളെ നിങ്ങൾ എന്ത് ചെയ്യണം? സ്മോളസ്റ്റ് ടു ലാർജസ്റ്റ്, അതായത് ചെറുതെന്ന് വലുതിലേക്ക് എന്ന ക്രമത്തിൽ നിങ്ങൾ എഴുതണം. എഴുതാൻ പറ്റില്ലേ? നോക്കിയേ, ഇതിലേത് സംഖ്യയാണ് ഏറ്റവും ചെറുത് എന്ന് പറഞ്ഞേ. യെസ്, 1 അല്ലേ? 1 ആണ് ഏറ്റവും ചെറിയ സംഖ്യ. ഇനി അടുത്തത് നോക്കിയേ. ഇനി അടുത്തത് ഏതാണ്? ഇപ്പൊ 1 എഴുതി. ഇനി അടുത്തത് ഏതാണ്? ഇനി 3 സംഖ്യകളുണ്ട്. അതിലേതാണ്? 3. വെരി ഗുഡ്, 3. ഇനി അടുത്തത് 6. ഓക്കെ, ലാസ്റ്റ് വൺ 8. അപ്പം നമ്മൾ സംഖ്യാ കാർഡുകൾ ഉപയോഗിച്ച് സംഖ്യകൾ ക്രമമായി എഴുതി. പിന്നെ ഒരു സംഖ്യയ്ക്ക് മുൻപും ശേഷവുമുള്ള സംഖ്യ കണ്ടെത്തി. പിന്നെ സംഖ്യകളെ ആരോഹണ അവരോഹണ ക്രമത്തിൽ എഴുതാൻ പഠിച്ചു. അപ്പം രക്ഷിതാക്കൾ ഇതേപോലെ സംഖ്യാ കാർഡുകൾ നിർമ്മിച്ച് കുട്ടികൾക്ക് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാൻ സഹായിക്കുക. കുട്ടികളെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാൻ എല്ലാവരും സഹായിക്കുക. അടുത്തതായി നമുക്ക് മുത്തുകൾ കൊണ്ടുള്ള ഒരു പ്രവർത്തനം ചെയ്യാം. അതായത് നിങ്ങൾ നേരത്തെ തയ്യാറാക്കി വെച്ച സംഖ്യാ കാർഡിൽ നിന്നും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു സംഖ്യ തിരഞ്ഞെടുക്കുക. ഉദാഹരണത്തിന് ടീച്ചർ ഇപ്പോൾ 4 എന്ന ഒരു സംഖ്യ തിരഞ്ഞെടുത്തു. നിങ്ങൾ എന്ത് ചെയ്യുക? അത്രയും മുത്തുകൾ എണ്ണിയെടുക്കുക. നിങ്ങളുടെ കയ്യിലുള്ള മുത്തുകളിൽ നിന്നും 4 മുത്തുകൾ എണ്ണിയെടുക്കുക. നമുക്കൊന്ന് എണ്ണിയെടുക്കാം. ദാ 1 2 3 4 മുത്തുകൾ. ഇതേപോലെ മറ്റു സംഖ്യകളുടെ കാർഡുകൾ തിരഞ്ഞെടുക്കുകയും മുത്തുകൾ എണ്ണിയെടുക്കുകയും ചെയ്യുക. ഇനി മുത്തുകൾ ഉപയോഗിച്ചുള്ള വേറൊരു പ്രവർത്തനമാണ് ടീച്ചർ പരിചയപ്പെടുത്തുന്നത്. അതായത് മുത്തുമാല. മുത്തുകൾ ഉപയോഗിച്ച് ഇതേപോലെ മാലകൾ നിർമ്മിക്കുക. ടീച്ചർ ഇതൊരു ചെറിയ കമ്പിയിലാണ് മുത്തുകൾ കോർത്തിട്ടുള്ളത്. അതിന് നിങ്ങളുടെ കയ്യിലുള്ള മുത്തുകൾ മാത്രം പോരാ, നിങ്ങൾ വീട്ടിൽ നിന്നും വേറെ കുറേ മുത്തുകൾ കൂടി ശേഖരിക്കുക. എന്നിട്ട് ഇതേപോലെ 2-3 മാലകൾ തയ്യാറാക്കുക. അപ്പോൾ ശ്രദ്ധിക്കുക, ടീച്ചർ ഇവിടെ ഒരേ നിറത്തിലുള്ള മുത്തുകളല്ല ഇതിന് ഉപയോഗിച്ചിട്ടുള്ളത് അല്ലേ? നോക്കിയേ, ഇത് 2 നിറത്തിലുള്ള മുത്തുകളാണുള്ളത്. ഇതിൽ ടീച്ചർ നിങ്ങൾക്ക് തരുന്ന പ്രവർത്തനം, ഇതിൽ കാപ്പി നിറത്തിലുള്ള മുത്തുകളുണ്ട്. കണ്ടോ? നിങ്ങൾ കണ്ടോ കാപ്പി നിറത്തിലുള്ള മുത്തുകൾ? ഇതിൽ കാപ്പി നിറത്തിലുള്ള മുത്തുകൾ എത്രാമതാണെന്ന് നിങ്ങൾ പറയണം. നമുക്കൊന്ന് എണ്ണി നോക്കാം. ഇതാ ആദ്യത്തേത് കാപ്പി നിറമല്ല, ആദ്യത്തേത് വെള്ള നിറത്തിലുള്ള മുത്താണ്. ഇത് 1. അടുത്തത് കാപ്പി നിറത്തിലുള്ള മുത്താണ്. കാപ്പി നിറത്തിലുള്ള മുത്ത് എത്രാമതാണ് വരുന്നത്? 1 2. രണ്ടാമതായാണ് കാപ്പി നിറത്തിലുള്ള മുത്ത് വരുന്നത് അല്ലേ? 2. ഇനി നോക്കിയേ, ഇനിയും കാപ്പി നിറത്തിലുള്ള മുത്തുണ്ട്. അത് എത്രാമതാണെന്ന് നോക്കാം. 2 കഴിഞ്ഞാൽ അടുത്ത നമ്പർ 3. ഇതാ കാപ്പി നിറത്തിലുള്ള മുത്ത് എത്രാമതാ വരുന്നത്? 4. 2 കഴിഞ്ഞാൽ അടുത്തത് 4. ഇനി നോക്കിയേ 5. ഇനി കാപ്പി നിറത്തിലുള്ള മുത്ത് 6. ഓക്കെ, വെരി ഗുഡ്. ഇനി നോക്കിയേ അടുത്തത് നോക്കിയേ 7 8. 8ാമതാണ് അടുത്ത മുത്ത് വരുന്നത്. നിങ്ങളിതൊന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. നമ്മൾ ഇതേ രൂപത്തിൽ നേരത്തെ പഠിച്ചിട്ടുണ്ട് അല്ലേ? പാറ്റേൺസ് പഠിച്ചിട്ടില്ലേ? അപ്പോൾ ഇത് നമുക്ക് പാറ്റേൺസ് പഠിക്കാൻ നമുക്ക് ഇത് ഉപയോഗിക്കാം. അപ്പോൾ ഇത് 2ൻ്റെ പാറ്റേൺ ആണ്. അതേപോലെ നമുക്ക് 5ൻ്റെയും 10ൻ്റെയും 4ൻ്റെയും ഒക്കെ ചെയ്യാം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? കുറേ മുത്തുകൾ ഇതേപോലെ ശേഖരിച്ച് ഒരു മുത്തുമാല തയ്യാറാക്കി ഇതുപോലുള്ള പ്രവർത്തനങ്ങളൊക്കെ ചെയ്തു പഠിക്കുക. അടുത്തതായി വ്യാഖ്യാന പാത്രം, അതായത് സംഖ്യാവ്യാഖ്യാനമാണ് ഇതുകൊണ്ട് ടീച്ചർ ഉദ്ദേശിച്ചത്. അപ്പോൾ ടീച്ചർ ഇവിടെ ഒരു ഡിസ്പോസിബിൾ പ്ലേറ്റ് ആണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്കിത് കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ചാർട്ട് പേപ്പർ വൃത്താകൃതിയിൽ മുറിച്ച് അതൊരു കാർഡ്ബോർഡിൽ ഒട്ടിച്ചാൽ മതി. അതിനുശേഷം ഇതേപോലുള്ള കുഞ്ഞു പാത്രങ്ങൾ എല്ലാവരുടെയും വീട്ടിലുണ്ടാകും ഇല്ലേ? അതിൽ നിന്ന് ഒരു 4 പാത്രങ്ങൾ എടുത്ത് അതിലൊന്ന് മധ്യത്തിലും, അതായത് ഈ വൃത്തത്തിൻ്റെ നടുവിലായും ബാക്കി 3 എണ്ണം 3 സൈഡിലായും ഒട്ടിച്ചു വെക്കുക. അതിനുശേഷം 1 മുതൽ 20 വരെയുള്ള സംഖ്യകളിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു നമ്പർ സെലക്ട് ചെയ്യുക. ടീച്ചർ ഇപ്പോൾ 7 എന്ന സംഖ്യയാണ് സെലക്ട് ചെയ്തത്.
അതിനുശേഷം ആ സംഖ്യക്കനുസരിച്ച് മുത്തുകൾ എണ്ണിയെടുക്കാം. 7 മുത്തുകൾ എണ്ണിയെടുക്കണം. ആ 7 മുത്തുകൾ എന്തു ചെയ്യണം? ഇതിൻ്റെ നടുവിലായുള്ള പാത്രത്തിലിടണം. 7 മുത്തുകൾ നമുക്ക് ഇട്ട് നോക്കാം. 1 2 3 4 5 6 7. ടീച്ചർ കയ്യിലുള്ള 7 മുത്തുകൾ ഇതിൻ്റെ നടുവിലുള്ള പാത്രത്തിലായി ഇട്ടു. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഈ 7 മുത്തുകളും ബാക്കിയുള്ള 3 പാത്രത്തിലായി വീതിക്കണം. തുല്യമായി വീതിക്കണമെന്നൊന്നുമില്ല. നമുക്ക് ഇതൊന്ന് വീതിച്ചെടുക്കണം. ഒന്ന് വീതിച്ചു നോക്കാം. ടീച്ചർ ഇത് 1 2 രണ്ടെണ്ണം എടുത്ത് ഒരു പാത്രത്തിലിട്ടു. ഇനി 1 2 3 4 അടുത്ത പാത്രത്തിലേക്ക് ഇടാം. 1 2 3 4. ഇനി ഒരു മുത്ത് മാത്രമേ ഉള്ളൂ. അത് നമുക്ക് എന്ത് ചെയ്യാം? ഈ അവസാനത്തെ പാത്രത്തിലിടാം. അപ്പം നോക്കിക്കോ, നമ്മളിപ്പം 7 എന്ന നമ്പറാണ് സെലക്ട് ചെയ്തത് അല്ലേ? ആ 7 എന്ന നമ്പറിനെ ടീച്ചർ എങ്ങനെയൊക്കെ വീതിച്ചു? ആദ്യത്തെ പാത്രത്തിൽ എത്ര മുത്തുകളുണ്ടെന്ന് നോക്കാം. 1 2. ആദ്യത്തെ പാത്രത്തിൽ ടീച്ചർ 2 മുത്തുകളാണ് ഇട്ടത് അല്ലേ? ഇനി രണ്ടാമത്തെ പാത്രത്തിലോ 1 2 3 4. 4 മുത്തുകളാണ് രണ്ടാമത്തെ പാത്രത്തിൽ ഇട്ടത്. ഇനി അടുത്ത പാത്രത്തിൽ നോക്കാം. അടുത്ത പാത്രത്തിൽ എത്ര മുത്തുണ്ട്? 1 മുത്ത്. അപ്പം 7 എന്ന സംഖ്യയെ നമ്മൾ എങ്ങനെയൊക്കെ വീതിച്ചു? 2 4 1 എന്ന ക്രമത്തിൽ നമ്മൾ വീതിച്ചു. 7 എന്ന സംഖ്യ നമ്മൾ ഇങ്ങനെ വ്യാഖ്യാനിച്ചു. ഇതേപോലെ 7നെ നമുക്കിനി മറ്റു രീതിയിലും വ്യാഖ്യാനിച്ചൂടെ? മറ്റു രീതിയിലും എഴുതാൻ പറ്റില്ലേ? അപ്പം നിങ്ങൾ അതൊക്കെ വീട്ടിൽ നിന്ന് ചെയ്തു നോക്കുക. മറ്റു സംഖ്യകളും ഇതേപോലെ മുത്തുകൾ ഉപയോഗിച്ച് വിവിധ രീതിയിൽ വ്യാഖ്യാനിക്കുക. അടുത്തതായി സങ്കലനപാലം എന്നൊരു പ്രവർത്തനമാണ്. അതിനായി ഞാനിവിടെ തയ്യാറാക്കിയിരിക്കുന്നത് ഒരു കെട്ടുകമ്പി ഇതേ രൂപത്തിൽ ഒരു തെർമോക്കോളിൽ കുത്തിവെക്കുക. അതിനു മുമ്പായി 2 ഭാഗത്തും 9 വീതം മുത്തുകൾ ഇടുക. അതിനുശേഷം ഞാനൊരു ചോദ്യം തരുന്നത് 3 കൂട്ടണം 2 എന്നതാണ്. ഇതിൻ്റെ ഉത്തരം നമുക്ക് എളുപ്പത്തിൽ കുട്ടികൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും ഇതുപയോഗിച്ച്. എങ്ങനെയാണെന്ന് നോക്കാം. അപ്പം ഒരു ഭാഗത്ത് നിന്ന് ചോദ്യം 3 കൂട്ടണം 2 എന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഭാഗത്ത് നിന്ന് 3 മുത്തുകൾ നമുക്ക് നടുവിലായി കൊണ്ടുവെക്കാം. 1 2 3. ഇനി 3നോട് എത്രയാണ് കൂട്ടേണ്ടത്? 2 അല്ലേ? അപ്പോൾ അടുത്ത ഭാഗത്ത് നിന്നും 2 മുത്തുകൾ ഇതിലേക്ക് ചേർക്കാം. 1 2. ഇനി നമുക്ക് ഈ മുത്തുകൾ എണ്ണി നോക്കാം. എണ്ണി നോക്കിയേ. 1 2 3 4 5. 5 എന്നതാണ് ഇതിൻ്റെ ഉത്തരം. ഇതുപോലെ മറ്റു സംഖ്യകളുടെ ഉത്തരങ്ങളും നിങ്ങൾ കണ്ടുപിടിക്കുക. മറ്റ് ക്രിയകൾ ചെയ്ത്, സങ്കലന ക്രിയകൾ ചെയ്ത് ഇതുപയോഗിച്ച് അതിൻ്റെ ഉത്തരം വളരെ എളുപ്പത്തിൽ കണ്ടെത്തുക. അപ്പോൾ ഇതേ സങ്കലനപാലം ഉപയോഗിച്ച് നമുക്ക് വ്യവകലനവും ചെയ്യാം. അപ്പോൾ നമുക്കിതിനെ വ്യവകലനപാലം കൂടിയായി കണക്കാക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ ഉണ്ടായ ഈ ഭാഗത്തുണ്ടായ മുത്തുകൾ മാറ്റി നമുക്കത് ഒരു ഭാഗത്ത് മാത്രമായി ക്രമീകരിക്കാം. ഇനി വ്യവകലനത്തിൽ ടീച്ചർ നിങ്ങൾക്കൊരു ചോദ്യം തരാം. അതായത് 7 കുറക്കണം 2. ഇതിൻ്റെ ഉത്തരം നമ്മൾക്ക് കണ്ടെത്താം. അപ്പോൾ 7 മുത്തുകൾ ഇതിൻ്റെ നടുവിലായി വെക്കുക. എണ്ണിയെടുത്തോ. 1 2 3 4 5 6 7. 7 മുത്തുകൾ നമ്മളിപ്പോൾ ഇവിടെ എണ്ണിയെടുത്തു. ഇനി ഇതിൽ നിന്ന് എത്രയാണ് കുറയ്ക്കേണ്ടത്? 2 ആണ് കുറയ്ക്കേണ്ടത്. അപ്പോൾ ഇതിൽ നിന്ന് 2 മുത്തുകൾ എന്ത് ചെയ്യാം? ഈ ഭാഗത്തേക്ക് നമുക്ക് മാറ്റാം. 1 2. ഇനി ബാക്കി എത്ര മുത്തുകളുണ്ട്? എണ്ണി നോക്കിയേ. 1 2 3 4 5. 5 മുത്തുകൾ. 5 അല്ലേ? 7 കുറക്കണം 2 5. ഇതേപോലെ എൻ്റെ മക്കൾ ബാക്കി പ്രവർത്തനങ്ങളും ചെയ്യുക. പ്രിയപ്പെട്ട രക്ഷിതാക്കളെ,
ഗണിത ലാബ് തയ്യാറാക്കാനായി സ്കൂളിൽ നിന്നും ലഭിച്ച വസ്തുക്കളിൽ നിന്നും ചില പ്രവർത്തനങ്ങൾ മാത്രമാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നത്. അപ്പോൾ ഇതുകൂടാതെ ധാരാളം പ്രവർത്തനങ്ങൾ നിങ്ങൾക്കറിയാമായിരിക്കും അല്ലേ? അപ്പോൾ നിങ്ങളുടെ മക്കളെ ധാരാളം ഉപകരണങ്ങൾ ഉണ്ടാക്കിയും അതുപയോഗിച്ച് ധാരാളം പ്രവർത്തനങ്ങൾ ചെയ്തുമൊക്കെ സഹായിക്കുക. ഇതിനായി വീട്ടിലുള്ള എല്ലാ വസ്തുക്കളും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതായത് തീപ്പെട്ടി കവറുകൾ, ഈർക്കിലുകൾ, മഞ്ചാടി, കല്ലുകൾ, ഇതൊക്കെ നമുക്ക് ഗണിത പഠനം എളുപ്പമാക്കാൻ ഉപയോഗിക്കാൻ പറ്റുന്ന വസ്തുക്കളാണ്. അപ്പോൾ ഇതൊക്കെ ഉപയോഗിച്ച് നിങ്ങൾ നല്ലൊരു ഗണിത ലാബ് വീട്ടിൽ തയ്യാറാക്കി എനിക്ക് ഫോട്ടോ എടുത്ത് അയച്ചു തരണം. മറ്റൊരു കാര്യം, ഇത് ഫോട്ടോ എടുത്ത് അയച്ചു തന്നതിന് ശേഷം ഇത് തീരെ ഉപയോഗിക്കാതിരിക്കാൻ പാടില്ല. ഇത് നമുക്ക് ഓരോ സാഹചര്യങ്ങൾ വരുമ്പോൾ, അതായത് ഓരോ പഠന സാധ്യതകൾ വരുമ്പോൾ ഈ ഗണിത ലാബിലുള്ള ഉപകരണങ്ങൾ ഉപയോഗിച്ച് കുട്ടികൾക്ക് ഗണിത പഠനം എളുപ്പമാക്കി കൊടുക്കാൻ രക്ഷിതാക്കൾ സഹായിക്കണം. എല്ലാവർക്കും വീട്ടിൽ നല്ലൊരു ഗണിത ലാബ് സജ്ജീകരിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി.